ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PERT മെത്തേഡിലെ നെറ്റ്വർക്ക് എങ്ങനെ വരയ്ക്കാം, അതിൽ നിന്ന് ക്രിട്ടിക്കൽ വാല്യൂസും ക്രിട്ടിക്കൽ പാത്തും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എക്സാമ്പിൾ 1 ആണ്. PERT മെത്തേഡിലെ എക്സാമ്പിൾ 1 ആണ്. അപ്പോൾ അവിടെ നമുക്ക് ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ഒപ്റ്റിമിസ്റ്റിക് ടൈം, പെസിമിസ്റ്റിക് ടൈം ആൻഡ് മോസ്റ്റ് ലൈക്ലി ടൈം. ഈ 3 വാല്യൂസ് തന്നിട്ടുണ്ട്. നമുക്കറിയാം PERT മെത്തേഡിൽ എക്സാക്റ്റ് ടൈം ഡ്യൂറേഷൻ നമുക്ക് തരില്ല, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതേസമയം CPM മെത്തേഡിലാണെങ്കിൽ ആക്ച്വൽ ഡ്യൂറേഷൻ നമുക്ക് തന്നിരിക്കും. അപ്പോൾ ഏത് PERT കാൽക്കുലേഷൻ ആണെങ്കിലും ഈ 3 വാല്യൂസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒറിജിനൽ വാല്യൂ, ഒറിജിനൽ ടൈം, അതിനാണ് എസ്റ്റിമേറ്റഡ് വാല്യൂ ഓർ TE എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ വേരിയൻസും കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നെറ്റ്വർക്ക് വരച്ച് ക്രിട്ടിക്കൽ പാത്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് 3 ടൈം വാല്യൂസിൽ നിന്ന് എസ്റ്റിമേറ്റഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് TO + 4TM + TP ഡിവൈഡഡ് ബൈ 6 ആണ്. അപ്പോൾ നമുക്ക് ഓരോ ആക്ടിവിറ്റിയുടെയും എസ്റ്റിമേറ്റഡ് ടൈം എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് 1 to 2 ആണ്. എത്ര വരും എസ്റ്റിമേറ്റഡ് ടൈം എന്ന് നോക്കാം. ദാറ്റ് ഈസ് TE = TO, ദാറ്റ് ഈസ് 5 + 4TM, ദാറ്റ് ഈസ് 32 + 10 divided by 6. So what is the value? 47 divided by 6. അതാണ് ഫസ്റ്റ് ആക്ടിവിറ്റിയുടെ എസ്റ്റിമേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്ര വരും? 47 divided by 6. അങ്ങനെ ഓരോന്നിൻ്റെയും എസ്റ്റിമേറ്റഡ് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും യൂസിങ് ദിസ് ഫോർമുല. അതുപോലെ തന്നെ ഓരോ ആക്ടിവിറ്റിയുടെയും വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. വേരിയൻസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് σ² = TP - TO divided by 6 all square ആണ്. ന്യൂമറേറ്ററിന് മാത്രമല്ല സ്ക്വയർ ഉള്ളത്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വേരിയൻസ് ആണ്. വേരിയൻസിൻ്റെ ഫോർമുല നമുക്കറിയാം. വേരിയൻസ് σ² = TP - TO divided by 6 all square. ശ്രദ്ധിക്കണം, ന്യൂമറേറ്ററിന് മാത്രമല്ല ഈ എല്ലാ വാല്യൂവിൻ്റെയും സ്ക്വയറാണ്, ഓൾ സ്ക്വയറാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെടുക്കാം? ഓരോ വാല്യൂ നമുക്കറിയാം. പെസിമിസ്റ്റിക് ടൈം TP 10 - TO അതായത് 5 divided by 6 all square. എത്ര വരും? 10 - 5, that is 5 divided by 6 all square, which is equal to 25 by 36. അപ്പം ഫസ്റ്റ് വാല്യൂവിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 25 by 36. ഇങ്ങനെ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇതുപോലെ നമുക്ക് ഓരോ ആക്ടിവിറ്റിയുടെയും എസ്റ്റിമേറ്റഡ് ടൈമും അതുപോലെ തന്നെ വേരിയൻസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാ വാല്യൂസിൻ്റെയും എക്സ്പെക്റ്റഡ് വാല്യൂവും വേരിയൻസും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫോർമുല വെച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ വാല്യൂ കിട്ടുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് ടാസ്കും വേരിയൻസും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടായിരുന്നു. ഇവിടെ നമുക്ക് 4 ക്വസ്റ്റ്യൻ ആണ് ഈ പ്രോബ്ലത്തിലുള്ളത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് വാല്യൂ വേരിയൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ടേബിളിൽ തന്നെ മെൻഷൻ ചെയ്താൽ മതി. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ എസ്റ്റിമേറ്റഡ് ടൈം വേരിയൻസും കാൽക്കുലേറ്റ് ചെയ്യാൻ അതൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആയിട്ട് തരണമെന്നില്ല. പക്ഷേങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ബാക്കിയുള്ള സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായതുകൊണ്ട് തന്നെ ഇതാണ് ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ ഏർലിയസ്റ്റ് ടൈം ആൻഡ് ലേറ്റസ്റ്റ് ടൈം. ഇവിടെ ഇത് നമ്മൾ CPM മെത്തേഡിൽ എന്ത് പഠിച്ചോ ആ മെത്തേഡ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അവിടെ എന്ത് വേണം? ഫസ്റ്റ് നമ്മൾ നെറ്റ്വർക്ക് വരയ്ക്കണം. നെറ്റ്വർക്ക് വരച്ചതിന് ശേഷം നമ്മൾ അതുപോലെ തന്നെ E1 E2 E3 തൊട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ L1 L2 L3 കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിനി സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോകാം. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഫസ്റ്റ് എന്ത് ചെയ്യണം? നെറ്റ്വർക്ക് വരയ്ക്കണം. അപ്പോൾ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നെറ്റ്വർക്ക് വരച്ചതിന് ശേഷം അവിടുത്തെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഈ എസ്റ്റിമേറ്റഡ് ടൈം ആയിരിക്കും. അപ്പോൾ ആ 2 ഗ്യാപ്പിനും എഴുതേണ്ടത് ഈ എസ്റ്റിമേറ്റഡ് വാല്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് വരയ്ക്കുക, അതിന് ശേഷം ഏർലിയസ്റ്റും ലേറ്റസ്റ്റും ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമുക്ക് വരയ്ക്കാൻ അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഏർലിയസ്റ്റ് ടൈമും ലേറ്റസ്റ്റ് ടൈമും കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാം ഏർലിയസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് നോഡ് E1 നിന്നാണ്. അതെപ്പോഴും 0 ആയിരിക്കും. അതിനുശേഷം കറസ്പോണ്ടിങ്
ഡ്യൂറേഷൻ വാല്യൂസ് ആഡ് ചെയ്ത് പോവുക. മോർ ദാൻ 1 വാല്യൂസ് വരുവാണെങ്കിൽ, മോർ ദാൻ 1 ആരോസ് വരുവാണെങ്കിൽ അതിൽ നിന്ന് മാക്സിമം വാല്യൂ എടുക്കുക. അങ്ങനെ പോയി ലാസ്റ്റ് നോഡ് വരെ വരുന്നതാണ് ഏർലിയസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് ടൈം ആണെങ്കിലോ ഏറ്റവും ലാസ്റ്റ് നോഡിൽ നിന്നായിരിക്കും ലേറ്റസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 7 ആണ് ലാസ്റ്റ് നോഡ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, L7ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ബാക്ക്വേർഡ് പ്രോസസ്സാണ്. ഇവിടെ നിന്ന് ഓരോ പ്രോസസ്സും വന്ന് അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് ടൈം ഡ്യൂറേഷൻ സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മോർ ദാൻ 1 ആരോസ് വരുവാണെങ്കിൽ അവിടെ നമ്മൾ, ഇപ്പോൾ മോർ ദാൻ 1 ആരോസ് വരുവാണെങ്കിൽ അവിടെ നമ്മൾ മിനിമം വാല്യൂ ചൂസ് ചെയ്യും. അതിനുശേഷം ലാസ്റ്റ് നോഡിലോട്ട് വരുമ്പോൾ L1ൻ്റെ വാല്യൂ 0 ആയിരിക്കും. നമുക്കറിയാം നെറ്റ്വർക്ക് കറക്റ്റ് ആണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് നോഡിലും ലാസ്റ്റ് നോഡിലും അതിൻ്റെ ഏർലിയസ്റ്റ് വാല്യൂം ലേറ്റസ്റ്റ് വാല്യൂം സെയിം ആയിരിക്കും. അത് നമ്മൾ CPM മെത്തേഡ് ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദ ഏർലിയസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് ടൈം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഏർലിയസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് ടൈം. നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല, നെറ്റ്വർക്കിൽ തന്നെ അത് ക്ലിയർ ആയിട്ട് വരച്ചാൽ മതി. ഇത്രയൂടെ വലിയൊരു നെറ്റ്വർക്ക് വരയ്ക്കുന്നതാണ് നല്ലത്. എനിക്കിവിടെ ഒരു സ്പേസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ അതിൽ തന്നെ ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്തിട്ടാൽ മതി. അതിന് സെപ്പറേറ്റ് ആൻസർ എടുത്തെഴുതണമെന്നില്ല. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് വണ്ണിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വി ഹാവ് ടു ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പാത്ത്. അതാണ് നമ്മുടെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ പാത്ത് ഐഡൻറ്റിഫൈ ചെയ്യുക. ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ CPM മെത്തേഡിൽ എന്താ പഠിച്ചത്? ക്രിട്ടിക്കൽ പാത്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫ്ലോട്ടുകൾ കാൽക്കുലേറ്റ് ചെയ്തു. ടോട്ടൽ ഫ്ലോട്ട്, ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട്, ഫ്രീ ഫ്ലോട്ട് കാൽക്കുലേറ്റ് ചെയ്തു. അതിൽ നിന്ന് ടോട്ടൽ ഫ്ലോട്ടിൽ നിന്നാണ് നമ്മൾ എന്ത് ഐഡൻറ്റിഫൈ ചെയ്തത്? ക്രിട്ടിക്കൽ പാത്ത് ഐഡൻറ്റിഫൈ ചെയ്തത്. അതേസമയം നമ്മൾ PERT മെത്തേഡിൽ വരുമ്പോൾ ഫ്ലോട്ടുകൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാറേ ഇല്ല. ഫ്ലോട്ടിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളിവിടെ എസ്റ്റിമേറ്റഡ് വാല്യൂ ആണ് എടുക്കുന്നത്. അതുകൊണ്ട് ഫ്ലോട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഫ്ലോട്ട് ഇല്ലാതെ തന്നെ നമുക്ക് ക്രിട്ടിക്കൽ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും, ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ അതിനുള്ള ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് ഡിഫറൻസ്, അതായത് ഏർലിയസ്റ്റ് ടൈമിൻ്റെയും ലേറ്റസ്റ്റ് ടൈമിൻ്റെയും ഡിഫറൻസ് 0 വരുന്ന പാത്തുകളെ തമ്മിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പം നമ്മൾ അവിടെയാണെങ്കിലും പഠിച്ചായിരുന്നു രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് നോട്ട് ചെയ്യണം എന്ന്. രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫസ്റ്റ് നോട്ട് ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേനും സാധാരണ S വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം രണ്ടിൻ്റെ ഡിഫറൻസ് സെയിം വാല്യൂസ് വരുമ്പോഴാണല്ലോ ഡിഫറൻസ് 0 വരുന്നത്. അപ്പോൾ ഡിഫറൻസ് 0 വരുന്ന പാത്തുകൾ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇവിടെ ഫസ്റ്റ് നോഡിൽ വരുമ്പോൾ രണ്ടിലും 0 ആണ്. സോ ദ ഡിഫറൻസ് വിൽ ബി 0. ഇനി ഏത് നോഡിനാണ് രണ്ടും സെയിം വാല്യൂ വരുന്നത്? ഇവിടെ ഡിഫറൻ്റ് ആണ്, തേർഡിൽ ഡിഫറൻ്റ് ആണ്, പക്ഷേ ഫോർത്തിൽ സെയിം ആണ്. സോ ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി 0. ഇനി അടുത്ത നോഡ് 6ൽ ഡിഫറെൻറ്റ് വാല്യൂ, അപ്പോൾ എന്തായാലും ഡിഫറൻസ് സെയിം അല്ല, ഡിഫറൻസ് 0 അല്ല. ഇവിടെയും ഡിഫറൻസ് 0 അല്ല. പിന്നെ വരുന്നത് എവിടെയാണ്? ലാസ്റ്റ് നോഡിലും ഡിഫറൻസ് എത്ര വരും? 0 വരും. അപ്പം നമ്മുടെ ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് 0 വരുന്ന നോഡുകൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ആ നോഡുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള പാത്ത് വരയ്ക്കുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ നോഡുകളെ കണക്ട് ചെയ്തുകൊണ്ട് പാത്ത് വരയ്ക്കുക. അപ്പോൾ ഇവിടുത്തെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഇത് 1 to 4. നെക്സ്റ്റ് 0 വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് 4 to 7. അപ്പം നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് 1 to 4, 4 to 7. അത് ഏത് പ്രോബ്ലത്തിന് ഇതാണ് മെത്തേഡ് ചെയ്യേണ്ടത്. ലേറ്റസ്റ്റിൻ്റെയും ഏർലിയസ്റ്റിൻ്റെയും കൂടെ ഡിഫറൻസ് 0 വരുന്ന പാത്തുകളെ തമ്മിൽ ജോയിൻ ചെയ്യിക്കുക. അപ്പം നമുക്കിവിടെ എന്താണ് ആൻസർ എഴുതേണ്ടത്? വാട്ട് ഈസ് അവർ ക്രിട്ടിക്കൽ പാത്ത്? ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് 1 to 4, 4 to 7. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ പാത്തിൽ നിന്ന് തന്നെ നമുക്ക് ക്രിട്ടിക്കൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അതായിരുന്നല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ഈ പാത്തിൻ്റെ എസ്റ്റിമേറ്റഡ് വാല്യൂസിൻ്റെ ഡ്യൂറേഷനാണ്, ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ 1 to 4 എന്ന് പറയുമ്പോൾ 33 പ്ലസ് അടുത്ത 4 to 7 എന്ന് പറയുമ്പോൾ 59/6. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഏകദേശം 42.833 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. അതായത് മിനിമം വാല്യൂ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഇത് 42.833 ആണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്രിട്ടിക്കൽ വേരിയൻസ് അല്ലെങ്കിൽ വേരിയൻസ് ഓഫ് ദ നെറ്റ്വർക്ക്, ഇതെല്ലാം ഈ പ്രോബ്ലത്തിൻ്റെ വേരിയൻസ് ആണെങ്കിലും ഇതിലെ ഓപ്റ്റിമം വേരിയൻസ് എന്ന് പറയുന്നത്, അതിനുകൊണ്ട് അതിന് നമുക്ക് ക്രിട്ടിക്കൽ വേരിയൻസ് എന്ന് കൊടുക്കാം.
ക്രിട്ടിക്കൽ വേരിയൻസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ക്രിട്ടിക്കൽ പാത്തിൻ്റെ വേരിയൻസുകൾ ആഡ് ചെയ്താൽ മതി. ഇവിടുത്തെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഫസ്റ്റ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് 1 to 4 ആണ്. 1 to 4ൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് 196/36 ആണ്. അടുത്ത പാത്ത് എന്ന് പറയുന്നത് 4 to 7 ആണ്. 4 to 7ൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് 25/36 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ഇനി 3 പാത്ത് ഉണ്ടായിരുന്നെങ്കിൽ 3 എണ്ണം, എത്ര എണ്ണം ഉണ്ടോ അത്രയും ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ക്രിട്ടിക്കൽ വേരിയൻസ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 196/36 പ്ലസ് അടുത്തത് 25/36. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 221/36. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ക്രിട്ടിക്കൽ പാത്തിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് എന്ത് വരയ്ക്കുക? നെറ്റ്വർക്ക് വരയ്ക്കുക, ഏർലിയസ്റ്റ് ലേറ്റസ്റ്റ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ നിന്ന് അതിൻ്റെ ഡിഫറൻസ് 0 വരുന്ന പാത്തുകളെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് കിട്ടും. ക്രിട്ടിക്കൽ പാത്തിൻ്റെ എസ്റ്റിമേറ്റഡ് വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ ക്രിട്ടിക്കൽ വാല്യൂ കിട്ടും. ഇനി ക്രിട്ടിക്കൽ പാത്തിൻ്റെ തന്നെ വേരിയൻസസ് ആഡ് ചെയ്യുമ്പോൾ ക്രിട്ടിക്കൽ വേരിയൻസ് അല്ലെങ്കിൽ ഈ നെറ്റ്വർക്കിൻ്റെ വേരിയൻസ് കിട്ടും. ഇനി ഞാൻ പറഞ്ഞു ക്രിട്ടിക്കൽ വാല്യൂ എഴുതുമ്പോൾ അത് വീക്ക് ആണെങ്കിൽ വീക്ക്, ഡേയ്സ് ആണെങ്കിൽ ഡേയ്സിന് എഴുതണമെന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് നിങ്ങൾക്ക് വീക്കാണ് തന്നിരിക്കുന്നതെങ്കിൽ വീക്ക് എന്ന് എഴുതുക. വീക്സ്, ഇയേഴ്സ് ആണെങ്കിൽ ഇയേഴ്സ്, ഡേയ്സ് ആണെങ്കിൽ ഡേയ്സ് എന്ന് എഴുതുക. ഇനി ഒന്നും മെൻഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അവിടെ യൂണിറ്റ് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ അത് എത്രയാണോ അത് എഴുതി വയ്ക്കുക. അപ്പം ഇത്രയുമാണ് തേർഡ് വണ്ണിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഫോർത്ത് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു PERT മെത്തേഡ് എന്ന് പറയുന്ന ഒരു പ്രോബബിലിസ്റ്റിക് വാല്യൂ ആണ്. അവിടെ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ വെച്ചുള്ളതാണ് നമ്മളോട് ലാസ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ PERT മെത്തേഡിൽ എപ്പോഴും പ്രോബബിലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ചോദിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് പ്രോജക്റ്റ് വിൽ കംപ്ലീറ്റ് ഇൻ 41.5 വീക്സ്. അതായത് 41.5 വീക്സിനുള്ളിൽ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാൻസ് എത്രയാണ്, പ്രോബബിലിറ്റി എത്രയാണെന്നാണ്. അതുപോലെ 44 വീക്സിനുള്ളിൽ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് എത്രയാണ്, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു പ്രോബബിലിറ്റി ഇൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ ഇൻ്റർവെൽസ് യൂസ് ചെയ്ത് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു, പോസോൺ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു, നോർമൽ പഠിച്ചു. അവിടെ നോർമലിൻ്റെ പ്രത്യേകതയായിരുന്നു വിതിൻ ദ വാല്യൂസ്, ഇൻ്റർവെൽസിൻ്റെ ഇടയ്ക്കുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ അത് തന്നെയല്ലേ ചോദിച്ചിരിക്കുന്നത്, വിൽ കംപ്ലീറ്റ് വിത്തിൻ 41.5 വീക്സ് ഓർ 44 വീക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെയാണോ കാൽക്കുലേഷൻ പഠിച്ചത് അതിവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് അപ്ലൈ ചെയ്യുന്നത്. അവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ എന്ന് പറയുന്ന ഇസഡ് എന്ന് പറയുന്നൊരു ടേം പഠിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ആ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണ് ഇസഡ്. അപ്പോൾ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇസഡ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡ്യൂ ഡേറ്റ് മൈനസ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഡിവൈഡഡ് ബൈ പ്രോജക്റ്റ് വേരിയൻസ്. ഇതാണ് നമ്മുടെ ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 41.5 ആണ്. ഇവിടുത്തെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 41.5 ആണ്. അപ്പോൾ ആ വിത്തിൻ ആ വീക്സിലല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അതാണ്. ഇനി എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ക്രിട്ടിക്കൽ പാത്തിൻ്റെ എസ്റ്റിമേറ്റഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതാണ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ എന്ന് പറയുന്നത്. പ്രോജക്റ്റ് വേരിയൻസ് ഏതാണ്? ക്രിട്ടിക്കൽ പാത്തിൻ്റെ വേരിയൻസിനെയാണ് നമ്മൾ പ്രോജക്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 വാല്യൂസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇസഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ആ ഇസഡിൽ നിന്ന് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? ഇവിടെ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ഇസഡ്. ഇവിടുത്തെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 41.5 മൈനസ് എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാത്തിൻ്റെ എസ്റ്റിമേറ്റഡ് വാല്യൂ ആയിരുന്നു. അത് എത്രയായിരുന്നു? 42.833 ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പ്രോജക്റ്റ് വേരിയൻസിൻ്റെ റൂട്ട്. പ്രോജക്റ്റ് വേരിയൻസ് എത്രയായിരുന്നു? 221 ഡിവൈഡഡ് ബൈ 36. അപ്പം ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇസഡിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇസഡിൻ്റെ വാല്യൂ കിട്ടും 0.5367.
ഇവിടെ ചെറിയൊരു അപ്രോക്സിമേഷൻ വരുന്നതുകൊണ്ടാണ് ഇവിടെ വരുന്നത്. എന്തായാലും ഫസ്റ്റ് ഡെസിമൽ പാർട്ട് എന്ന് പറയുന്നത് 0.5 and 3 ആയിരിക്കും, ബാക്കിയുള്ളതിനായിരിക്കും വേരിയേഷൻ വരുന്നത്. ചെറിയ മൈന്യൂട്ട് വേരിയേഷൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0.5367 ആണ്. അപ്പം ഈ ഇസഡിൻ്റെ വാല്യൂ ഉപയോഗിച്ച് നമുക്ക് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഇസഡിൻ്റെ വാല്യൂവിൽ നിന്ന് നമുക്ക് എങ്ങനെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് പ്രോജക്റ്റ് വിൽ കംപ്ലീറ്റ് വിത്തിൻ 41.5 വീക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വേരിയബിൾ എന്ന് പറയുന്നത് 41.5 ആണ്. പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തത്? ഇസഡിലോട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ ആക്ച്വലി നമ്മൾ 41.5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡ് വാല്യൂ എത്രയാണ്? 0.5367 ആണ്. അപ്പോൾ നമുക്ക് ഇസഡിൻ്റെ ടൈമിലോട്ട് വരുവാണെങ്കിൽ ഇതിനെ എടുക്കാം. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ വെൻ x equal to this one 41.5, then what is our z value? 0.5367. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്കലി എഴുതുവാണെങ്കിൽ അവർ ഒറിജിനൽ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, വിത്തിൻ ആയതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 41.5. അതിനെ നമ്മൾ ഇസഡിലോട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെ വരും? പ്രോബബിലിറ്റി ഓഫ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 41.5 എന്നുള്ളത് എന്തായി മാറും? ഇസഡിൻ്റെ വാല്യൂ ആയിട്ട് മാറും. ദാറ്റ് ഈസ് 0.5367. അതായത് ഈ പ്രോബബിലിറ്റി ഇസഡിൻ്റെ നോർമൽ വേരിയബിൾ ടേം അനുസരിച്ച് നമ്മൾ ഈ പ്രോബബിലിറ്റി എവിടെ നിന്നാണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കണം. കർവ് വരയ്ക്കുന്ന പാറ്റേൺ ഒക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആണ് കേട്ടോ, കാരണം ന്യൂമറേറ്റർ നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് വാല്യൂ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് 0. ഇനി നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് എപ്പോഴും എന്താണ്? ഇസഡ് ആണ്. ഇവിടെ ഇസഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എത്രയാണ്? -0.5367. അപ്പോൾ ഇവിടെ വരുമ്പോൾ നെഗറ്റീവ് സൈഡിലോട്ട് വരും. അപ്പോൾ ഇവിടെയാണ് വരുന്നത് -0.5367. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇസഡ് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു -0.53 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഏത് പോർഷൻ വരും? ഷെയ്ഡഡ് പോർഷൻ. ഇതാണല്ലോ ലെസ് ദാൻ. ഇതിനേക്കാളും ലെസ് ദാൻ റീജിയൻ എന്ന് പറയുന്നത് ഇതാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് ഓർമ്മയുണ്ടല്ലോ. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. ഹാഫ് റീജിയൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പം ഇതിൻ്റെ ടോട്ടൽ ഈ ഒരു ഹാഫ് പോർഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.5 ആണ്. ഇത്രയും പോർഷൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.5 ആണ്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഈ ഷെയ്ഡഡ് പോർഷൻ്റെ പ്രോബബിലിറ്റിയാണ്. അപ്പോൾ ഷെയ്ഡഡ് പോർഷൻ്റെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ടോട്ടൽ പ്രോബബിലിറ്റി ആയ 0.5ൽ നിന്ന് ഇതുവരെയുള്ളതിൻ്റെ പ്രോബബിലിറ്റി സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര കിട്ടും വാല്യൂ? അപ്പോൾ നമുക്കിവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വാല്യൂ കിട്ടാനായിട്ട് ടേബിളിൽ നിന്ന് 0 തൊട്ട് ഇവിടെ വരെയുള്ള വാല്യൂ, അതായത് 0.5367 വരെയുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ 3 ഡിജിറ്റ് ഉള്ളതുകൊണ്ട് 4 ഡെസിമൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ 3 ഡിജിറ്റിനെ അപ്രോക്സിമേറ്റ് ചെയ്തുള്ള വാല്യൂ എടുക്കാം. അപ്പോൾ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നിന്ന് ഇതെടുത്താലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് 0.53 വരെ കിട്ടത്തുള്ളൂ. അപ്പോൾ അപ്രോക്സിമേഷൻ നടത്തുമ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.54 ആണ്. അപ്പോൾ നമ്മൾ ടേബിളിൽ നിന്ന് വാല്യൂ എടുക്കുമ്പോൾ 0.54 വരെയുള്ള 0 തൊട്ട് 0.54 വരെയുള്ള വാല്യൂ എടുത്താൽ മതി. അതിൻ്റെ വാല്യൂ ഞാൻ എഴുതിയിട്ടുണ്ട് 0.2054. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എക്സാഹോളിൽ അലോ ചെയ്യിപ്പിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇതിൻ്റെ വാല്യൂ തന്നിരിക്കും. നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട. അപ്പം മിക്കവാറും ഉള്ള പ്രോബ്ലത്തിൽ ഈ പ്രോബബിലിറ്റി വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എടുത്തിട്ട് നോക്കുക. അപ്പോൾ 0 തൊട്ട് 0.54 വരെയുള്ള വാല്യൂ എന്ന് പറയുന്നത് 0.2054 ആണ്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ പ്രോബബിലിറ്റി കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -0.5367 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഷെയ്ഡഡ് പോർഷൻ്റെ പ്രോബബിലിറ്റി കിട്ടാനായിട്ട് 0.5ൽ നിന്ന് ഈ വാല്യൂ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ എഴുതാം? 0.5 മൈനസ് 0.2054. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 29.2946. ഏകദേശം ഒരു 0.29 അപ്രോക്സിമേഷൻ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രോബബിലിറ്റി
അതായത് ഈ പ്രോജക്റ്റ് വിത്തിൻ 41.5 വീക്സിനുള്ളിൽ ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 0.2946 ആണ്. ഇനി ഇതിൻ്റെ പേഴ്സൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിലോ, എത്ര കിട്ടും? ഇത് 29.46% എന്ന് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ പെർസെൻറ്റേജ് ഫോമിലായിരിക്കും, അല്ലെങ്കിൽ പ്രോബബിലിറ്റി രീതിയിലായിരിക്കും. അപ്പോൾ ഇതാണ് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വെച്ചുള്ള കാൽക്കുലേഷനാണ്. കാരണം വിത്തിൻ വീക്ക് അല്ലെങ്കിൽ ഇൻ്റർവൽ റേഞ്ചിലാണ് തന്നിരിക്കുന്നത്. അവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളായ ഇസഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇസഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് വാല്യൂ ആണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതാണ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിട്ടിക്കൽ പാത്തിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ, എസ്റ്റിമേറ്റഡ് ടൈം, അതാണ് എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ പ്രോജക്റ്റ് വേരിയൻസിൻ്റെ റൂട്ട്. പ്രോജക്റ്റ് വേരിയൻസ് നമ്മൾ ക്രിട്ടിക്കൽ പാത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അതിൽ നിന്ന് നമ്മൾ ഇസഡിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് വിത്തിൻ എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് ദാറ്റ് ഡേ എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ 0 തൊട്ടുള്ള ഇൻ്റർവെൽ എടുത്താൽ മതി. അപ്പോൾ മിക്കവാറും ഉള്ള ക്വസ്റ്റ്യൻസ് വിത്തിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് എക്സാക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 41.5 വീക്സ് ആണ്. പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് അതിനെ നമ്മൾ ഇസഡിൻ്റെ ടേമിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് -0.53 എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എക്സിൻ്റെ പ്രോബബിലിറ്റിയെ നമ്മൾ ഇസഡിൻ്റെ പ്രോബബിലിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? പ്രോബബിലിറ്റി ഓഫ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -0.5367. ഇനി ഇതിൽ ഈ വാല്യൂ നമുക്ക് എവിടെ നിന്ന് കിട്ടും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിൽ നിന്ന് കിട്ടും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് നമുക്കറിയാം ബെൽ ഷേപ്ഡ് കർവാണ്. അവിടെ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ വാല്യൂ ആയതുകൊണ്ട്, ഇത് നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് ഇതിൻ്റെ ലെസ് ദാൻ പാർട്ട് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് റീജിയൻ ആണ്. അതാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പോർഷൻ്റെ പ്രോബബിലിറ്റി കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ പ്രോബബിലിറ്റിയിൽ നിന്ന് നമുക്കറിയാവുന്ന പ്രോബബിലിറ്റി സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഈ പ്രോബബിലിറ്റി വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നിന്ന് കിട്ടും. ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.2054 എന്നാണ്. ഇതിൻ്റെ എക്സാക്റ്റ് വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് ഇതിനെ 0.54 കൺവേർട്ട് ചെയ്തു. അപ്പം എക്സാക്റ്റ് വാല്യൂ ഇത് 0.54 ആക്കി എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 0.5 മൈനസ് 0.2054 എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം 0.29 സംതിങ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം ഒരു 0.2946 എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പെർസെൻറ്റേജ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണെങ്കിൽ ഇൻറ്റു 100 ചെയ്താൽ മതി 29.46. അപ്പോൾ ഇതാണ് നമ്മുടെ പെർട്ട് മെത്തേഡിലൂടെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ആ പ്രോബ്ലം 41.5 വീക്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. എത്രയാണ്? 29.46% മാത്രമേ ഉള്ളൂ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഇതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ സെക്കൻഡ് പ്രോബ്ലത്തിലും ചെയ്യുന്നത്. സെക്കൻഡ് പ്രോബ്ലത്തിൽ അപ്പോൾ എന്ത് വരും? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതേ പാറ്റേണിൽ തന്നെ വരുമ്പോൾ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഡ്യൂ ഡേറ്റിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? ഡ്യൂ ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 41.5 ആയിരുന്നു ഫസ്റ്റ് വണ്ണിൽ വന്നിരിക്കുന്നത്. സെക്കൻഡ് വണ്ണിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? അത് മാറിയിട്ട് 44 വരും. ഇത് അതുപോലെ തന്നെ ബാക്കിയുള്ള ടേംസ് അതുപോലെ തന്നെ ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കൊരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും. ആ വാല്യൂ, ആ ഇസഡിൻ്റെ വാല്യൂ വെച്ചുകൊണ്ട് തന്നെ ഇവിടെ ക്വസ്റ്റ്യനിൽ വിത്തിൻ 41.5 എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് വിത്തിൻ 44 വീക്സ് എന്ന് വരും. ഇവിടെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ വിത്തിൻ ആയതുകൊണ്ടെല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോമിലാണ് 44 എന്ന് വരും. അപ്പം നമ്മൾ ഈ ഫോമിൽ ഉപയോഗിച്ച് ഇവിടെ നിന്ന് കാൽക്കുലേഷനിൽ നമുക്ക് ഇസഡിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ഇത് കിട്ടും. ആ ഇസഡ് വാല്യൂ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലോട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പ്രോബബിലിറ്റി കിട്ടും. പ്രോബബിലിറ്റീനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് വണ്ണിൻ്റെ മെത്തേഡ് മനസ്സിലായെങ്കിൽ അത് തന്നെയാണ് സെക്കൻഡ് ഇതിലും ചെയ്യുന്നത്. വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. 41.5 ചേഞ്ച് ചെയ്ത് 44 ആക്കും. ഇതാണ് പെർട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പെർട്ട് മെത്തേഡിൽ മിനിമം ഒരു 4 അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് കാണും. അപ്പം ഈ ഒരു പാറ്റേണിൽ തന്നെ പഠിച്ചിരിക്കുക. മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എസ്റ്റിമേറ്റഡ് ടൈമിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ഫോമുല അറിഞ്ഞിരിക്കണം, വേരിയൻസിൻ്റെ ഫോമുല അറിഞ്ഞിരിക്കണം, നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കാൽക്കുലേഷൻ്റെ സ്റ്റെപ്സും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ 44 വെച്ചുള്ള തന്നെ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കോഴ്സിലെ
സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 2 ഉണ്ട്, അതും കൂടെ ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്കൊരു അഡീഷണൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഇടുന്നുണ്ട്. അതിൻ്റെ ആൻസർ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ തന്നെ ആൻസർ കണ്ടുപിടിച്ചിട്ട് എനിക്ക് അയച്ചു തരിക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കും.